പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇപ്പം തന്നെ നമുക്കറിയാം ലാലേട്ടൻ മമ്മൂക്ക 30, 35, 40 വർഷം. ഇനി അതുപോലെ ഒരു ലൈഫ് സ്പാനിലൊരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു നീണ്ട ഒരു ലൈഫ് സ്പാൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇനി വരത്തില്ല. 5 വർഷം ഒക്കെയാണ് ഏറ്റവും മാക്സിമം എന്ന് പറഞ്ഞാൽ. കാരണം അതിനുള്ള ടാലൻറ്റ് അവരിൽ കാണുന്നുള്ളൂ. അവർക്കും അത് നന്നായിട്ടറിയാം. കാരണം അതുകൊണ്ടാണ് അവർ ഒരുപാട് സെലക്റ്റീവ് ആവുന്നതും. അവർക്ക് ടെൻഷനാണ്. ഒരു പക്ഷേ ലാലിനും മമ്മൂട്ടിക്കും ഒന്നും അങ്ങനെ വലിയൊരു ടെൻഷനൊന്നുമില്ല. കാരണം അവർ റിയലി ടാലൻറ്റഡാണ്. അവർ സത്യം. അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ജയറാം, ടാലൻറ്റഡാണ്. ദിലീപ് വളരെ ടാലൻറ്റഡാണ്. ദിലീപിന് ജയറാമിനോ മറ്റ് സുരേഷ് ഗോപിക്കോ ഒന്നുമില്ലാത്തൊരു കാര്യം കൂടെ ഉണ്ട്, മാർക്കറ്റിംഗ്. അത് ദിലീപിനോടും ലാലിനും മമ്മൂട്ടിക്കും പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ദിലീപിനെ കണ്ടാണ് ലാലും മമ്മൂട്ടിയൊക്കെ പിന്നീട് പിൽക്കാലത്ത് ഒരു സെൽഫ് മാർക്കറ്റിംഗ് പഠിച്ചത് തന്നെ പലരും. പക്ഷേ അതിൽ ജയറാമിന് മാത്രം ഒരബദ്ധം പറ്റി. ഈ ദിലീപ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ജയറാം കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം വന്നത്. ദിലീപിന് ആ മാർക്കറ്റിങ്ങിനെക്കുറിച്ച്, സിനിമയുടെ മാർക്കറ്റിങ്ങിനെക്കുറിച്ച് ശക്തമായൊരു അറിവുണ്ട് ദിലീപിന്. ആ അറിവിലാണ് ദിലീപ് പിടിച്ചിരിക്കുന്നത്. നമ്മളെടുത്താൽ മനസ്സിലാവും, ദിലീപിൻ്റെ ചില സിനിമകളൊക്കെ വളരെ മോശമാണെങ്കിൽ പോലും ദിലീപ് ഇത് മാർക്കറ്റ് ചെയ്തെടുക്കും. പിന്നെ ഒരു ഓടുന്ന സിനിമയുടെ ഘടകങ്ങളെക്കുറിച്ച് ദിലീപിന് നന്നായിട്ടറിയാം. ജയറാമിന് ഇതൊന്നും അറിയില്ല. ജയറാം മലയാളത്തിൽ തന്നെ നിരസിച്ചിട്ടുള്ള ചില സിനിമകളുണ്ട്, വൻ ഹിറ്റുകളായ സിനിമകൾ. ഇത് ജയറാം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. തമിഴ് പുള്ളി നിരസിച്ച 2 സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ഞെട്ടിപ്പോവും. ഒന്ന് കാതൽ കോട്ടൈ, ഒന്ന് ഭാരതി കണ്ണമ്മ. ഇത് ജയറാം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2 സിനിമകൾ പുള്ളി നിരസിച്ചതാണ്. ഹ്യൂജ് ഹിറ്റാണ്, പിന്നെ ഭയങ്കര ഹിറ്റാണ്. അതുപോലെ മലയാളത്തിൽ അത് ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം സിനിമകൾ ഏതെന്ന്. അപ്പം കഥ സെലക്ട് ചെയ്യാനുള്ള എവിടെയൊരു പ്രശ്നമുണ്ട്. ആ സെലക്ഷനെല്ലാം ജയറാമിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഞാനാണ്. ഈ കഥ ചെയ്താൽ മതി ജയറാമേ, അടുത്ത് നമുക്കിത് ചെയ്യാം. ഒരു കഥ, ഒരു സിനിമ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു കഥ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നോട് പുള്ളി ചോദിക്കും, അടുത്ത പ്രോജക്റ്റ് പറഞ്ഞില്ല ഇതുവരെ. ഞാൻ പറയാം നമുക്ക് ഡബ്ബിങ്ങിന് വരുമ്പോൾ പറയാം. ആ സിനിമയുടെ ഡബ്ബിങ്ങിന് വരുമ്പോൾ അടുത്ത പടത്തിൻ്റെ കഥയല്ല, ചുമ്മാ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ കൊട്ടാരം വീട്ടിലാപ്പോട്ടും കഥ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പൊങ്ങച്ചക്കാരനായ കൃഷിക്കാരൻ, വിദ്യാഭ്യാസമൊന്നുമില്ല, നാട്ടിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പെൺകുട്ടി. അവൾ ഭയങ്കര മാർക്ക് വാങ്ങിച്ച് പാസ്സായി. അവളെ എടുത്ത് അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. അവൾക്ക് എന്ത് വേണോ പഠിപ്പിക്കാമെന്നൊക്കെ കയറി സ്റ്റേ ചെയ്യുന്നുണ്ട് പറയാം. അവൾക്ക് പഠിക്കേണ്ടത് MBBS ആണ്, മെഡിസിനാണ്. ഇത്രയും ആവശ്യമൊന്നും പുള്ളിക്കില്ല. പുള്ളിക്ക് പറയാൻ മരിച്ചിനെ കൃഷിയും തെങ്ങും മാത്രമേ ഉള്ളൂ. ഈ തെങ്ങെന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയാലോ, അതിനൊന്നും വിലയില്ല. ആ അവസ്ഥയിൽ പുള്ളി പുള്ളിയുടെ സമ്പത്തിങ്ങനെ അവസാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയ്ക്ക് അറിയാതെ ഇവളോടൊരു പ്രണയവും, 7ാം ക്ലാസ് പോലും പഠിക്കാത്ത അപ്പൂട്ടന് ഈ MBBS കാര്യോടൊരു പ്രണയവും. ഇത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ഇത് ഇനി എനിക്കൊന്നും കേൾക്കണ്ട, ഇത് ഞാനാണ്, ഇത് ജയറാമാണ് എന്ന് പറഞ്ഞു. അപ്പം വേറെ ചില കഥകൾ, ഇപ്പോൾ നാടൻ പെണ്ണും നാട്ടുപ്രമാണി, അത് പുള്ളിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കിച്ച്. അപ്പോൾ അന്ന് പറഞ്ഞാൽ പുള്ളി മനസ്സിലാക്കും, ഇപ്പം മനസ്സിലാക്കത്തില്ല. അതാണ് പുള്ളിയുടെ മറ്റു ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴും പുള്ളിയുടെ സിനിമകൾക്ക് വരുന്ന പരാജയം അവിടെയാണ്. അതിനകത്തൊക്കെ കയറി ഇടപെട്ട് ആവശ്യമില്ലാതെ അങ്ങനെയൊന്നും ഇടപെടരുത്. ഞാൻ പറയുന്നത്, എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ, ഒരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തു, അവൻ മണ്ടനാണെങ്കിൽ പിന്നെ കൊടുക്കണ്ട.